അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ രാവിലെ തന്നെ പാടത്താണ് കേട്ടോ. പാടത്ത് പറഞ്ഞാൽ ഒരു 6:30 മണിയാണ്. 6:30 തികഞ്ഞിട്ടില്ല. അപ്പോഴാണ് നമുക്ക് പാടത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒഴിഞ്ഞു കൊടുത്തത് ഈ പുല്ല്. ഇപ്പം നമ്മളെ ഫാം കുറച്ചും കൂടി അടുത്തേക്ക് ആയപ്പോൾ ഒരു 1.5 കിലോമീറ്ററൊക്കെ ദൂരമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഫാമൊക്കെ ഈ പുൽകൃഷി കൊല്ലത്തിനും കൂടി ഇങ്ങോട്ട് തന്നെ വീണ്ടും എടുത്തേക്കുന്നു കേട്ടോ. അപ്പോൾ പുല്ലൊന്നും വലിയൊരു കുണമൊന്നുമില്ല. അടിയൊക്കെ വീണ് പോയി. ഒരു വർഷം അതിന് നോട്ടൊന്നും കിട്ടാതായതല്ലേ. അപ്പോൾ അടിയൊക്കെ വീണ് കാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കിടന്നൊക്കെ ഉണ്ടായ പുല്ലഞ്ഞ് നന്നാക്കി എടുക്കണം. അപ്പോൾ നമുക്കൊരു അണ്ണനെ കിട്ടിയിട്ടുണ്ട്, ഒരു പണിക്കാരന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഫാമുക്ക് പോയപ്പോൾ ഞാനും ഇന്ന് രാവിലെ പോരാൻ കൂടെ കൂടിയതിന്. അപ്പോൾ ആദ്യം ഇയാളൊന്ന് പാടത്ത് കൊണ്ടുവിടാൻ പോയതാട്ടാ. അപ്പോൾ നല്ല വള്ളിപ്പുല്ലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതാദ്യം ഒരു ചെറിയ കന്നുണ്ടായിരുന്ന ഞാൻ അത് ഈ വണ്ടിൻ്റെ ഡിക്കിൻ്റെ ഉള്ളിൽ വെച്ച് കൊണ്ടുപോയിക്കോളാം, നമുക്ക് എടുത്തേക്ക് ചെല്ലുമ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അവൻ ഈ നാക്കാലികളൊക്കെ ഉള്ളവർക്കറിയാം, നമ്മളെ കാണുമ്പോൾ അവർക്ക് പ്രത്യേക ഒരു സ്നേഹമൊക്കെയാണ്. അപ്പോൾ ഒന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാനും ഓരെ സന്തോഷിപ്പിക്കാനും ഞാൻ കയ്യിൽ പിടിക്കലുണ്ട്. പഴത്തോലിയോ അങ്ങനെയൊക്കെ കൊണ്ടുപോകലുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഓരോരുത്തൊക്കെ ചെല്ലണമെങ്കിലും നമ്മളെ പോലും മറക്കൂല. ഒരു പശുണ്ട്, ആരെ കണ്ടാലും കുത്തും. ഞാൻ എത്ര കഴിഞ്ഞിട്ടാണ് ചെല്ലണതെങ്കിലും എന്നെങ്ങനെ മണത്ത് നോക്കും. ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മക്കളെ നമ്മളെ പുൽകൃഷി. 50 സെൻറ്റിലുണ്ട് കേട്ടോ. പുല്ലൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വെട്ടാനൊക്കെ കുറച്ച് പണിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ ചാലിലൊക്കെ JCB കൊണ്ട് തറയെടുത്ത തറയാണ്. പുല്ലിന് തറയെടുത്തേക്കുന്ന JCB ആണ്. അപ്പോൾ നല്ല വീതി ഉള്ളതാണ്. ആ ചാലൊക്കെ ഒന്നായിട്ടാണ് മറിഞ്ഞ് വീണൊക്കെയാണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ 2 കരിമ്പും ഉണ്ട് കേട്ടോ. അത് ഇവിടുന്ന് കാണുന്നില്ല, കുറച്ചങ്ങോട്ട് എത്തിയില്ല. നല്ല വണ്ണത്തിലുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ വാങ്ങണം എന്നേ ഉള്ളതാണ്, ഒരു കുത്തിയതാണ്. അപ്പോൾ പുല്ലൊക്കെ നല്ല പച്ച നിറത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അണ്ണനിങ്ങനെ പറയുന്നു ഒന്നായിട്ട് പുല്ല് മാത്രം വെട്ടിയെടുത്തിട്ട് അടി ഒന്നായിട്ട് മിക്സിയും വെക്കണം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പുല്ലിപ്പോൾ ഒരു 5-6 കൊട്ട വണ്ടിക്കൊക്കെ ഉള്ളത് നമുക്കുണ്ട്. ഇപ്പോൾ 10 പശുക്കളുള്ളതുകൊണ്ട് നല്ല തീറ്റ ചിലവാണ്. നമ്മൾ ഒരു നേരം പുല്ലും ഒരു നേരം നമ്മളെ കൈതലീഫാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ചോളത്തണ്ട് ഇറക്കലില്ല. ചോളത്തണ്ടിന് ഭയങ്കരമായ വിലയാണ്, താങ്ങാൻ കഴിയുന്നില്ല. 6.5 റുപ്യൊക്കെയാണ്. അത് കൊടുത്താൽ നല്ല പാലുൽപാദനമൊക്കെയാണ്. പക്ഷെ നമ്മൾ കർഷകർക്ക് അതൊന്നും താങ്ങാൻ കഴിയണില്ല. അപ്പോൾ അത് ഇറക്കലില്ല. അപ്പോൾ അടുത്തുള്ളൊരു കാക്ക ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, വല്ല ജന്തുക്കളും ഉണ്ടാവും, അടഞ്ഞു കിടക്കണ സ്ഥലമല്ലേ, ഒരു കണ്ണോട്ടം കാലോട്ടമൊന്നും ഇല്ലാത്തല്ലേ, അതിനൊരു ഷൂ വാങ്ങി കൊടുത്തൂടെ അതിനാന്നുട്ടാ. അപ്പം എൻ്റെ ഒക്കെ പറയുന്നുണ്ട് മൂപ്പർക്ക് അതൊന്നും പേടില്ല, അതൊക്കെ അതിന് ഷൂ എടുക്കാൻ പറഞ്ഞു. അവിടെ ഞങ്ങളെ പണിക്കാരെ ഷൂ ഉണ്ട്, എടുക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട അറിഞ്ഞു. കാരണം അയാളെ 3-4 പ്രാവശ്യം പാമ്പൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. നല്ല പച്ചമരുന്നൊക്കെ അറിയുന്ന ആളാണ്. എന്നാലും പേടി തന്നെയാണ്. അപ്പോൾ മൂപ്പർക്ക് ആ പേടില്ല. അപ്പോൾ അണ്ണനെ അവിടെ വിട്ടിട്ട് നേരെ ഫാമൊക്കെ പോകണട്ടാ. ഇനിയിപ്പോൾ അണ്ണനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഫാമിൽ പോയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ചിക്കൻ കറിയൊക്കെ തലേന്ന് തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഫാമൊക്കെ പോരാൻ ഒരുക്കുന്നതാണ്. അപ്പോൾ ഫാമൊക്കെ പോരുന്ന തലേന്ന് ഫുഡൊക്കെ റെഡിയാക്കി വെക്കലാണ് രാത്രിയിൽ. ഇനി എന്തെങ്കിലും പത്തിരി പരത്തി വെച്ചിട്ടുണ്ട്, ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഫാമിൽ വന്നപ്പോൾ നമ്മളെ കൈതലീഫൊക്കെ പകുതി മുക്കാലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓർഡർ കൊടുത്തിട്ടുണ്ട്, നാളെ മറ്റന്നാളൊക്കെ എത്തും. നല്ല ഷീറ്റൊക്കെ വെച്ച് എല്ലാം അടിപൊളിയായിട്ടാണ് ഇട്ടിട്ടുണ്ട്. മണ്ണൊന്നും തെറിക്കണില്ല. അപ്പം ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞൊരു 3-4 ദിവസമായി ഞാൻ ഇപ്പോൾ വന്നിട്ട് ഓരോരോ തിരക്കും പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് കറവ് പകുതി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പഴയ പശുക്കൾ ആദ്യം കറന്ന് സൊസൈറ്റിക്കുള്ളത് മാറ്റി വെക്കും. പിന്നെ ഇപ്പോൾ പ്രസവിച്ച പശുക്കളത് ഇവിടെ എടുക്കും. കാരണം സൊസൈറ്റിയിൽ പാലിളക്കണവർക്ക് അറിയാലോ, നല്ല കട്ടിങ് ഉണ്ടെങ്കിൽ തന്നെ അവിടുന്ന് പൈസ കിട്ടുള്ളൂ. എന്നാൽ തന്നെ പൈസ കുറവാണ്. നമുക്ക് സൊസൈറ്റിയിൽ പാല് കൊടുത്തുകൊണ്ട് ഒരിക്കലും നമ്മളെ ഡയറി ഫാം വിജയിക്കൂല. അപ്പോൾ നമ്മളെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു മിൽക്ക് സെപ്പറേറ്റർ വാങ്ങണം, എന്നിട്ട് മോരുണ്ടാക്കണം, നെയ്യുണ്ടാക്കണം. അത് മാത്രമാണ് കേട്ടോ. നല്ല കട്ടിമോരൊക്കെ ആയിട്ട് വിടണം എന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. ഇപ്പം ഞാനൊരു 5 ലിറ്ററൊക്കെ മാറ്റി വെക്കും. ആ പാല് ഫ്രിഡ്ജിക്ക് വെച്ചിട്ട് അതിൻ്റെ ക്രീം എടുക്കും. ഇന്ന് രാവിലെയൊക്കെ വെച്ചാൽ നാളെ രാത്രി നമുക്ക് അതിൻ്റെ ക്രീം എടുക്കാം. ക്രീം എടുത്തിട്ട് ഞാനത് മോരാക്കും. ആ പാല് മോരാക്കി എടുക്കും. മറ്റേത് നെയ്യ് ഒരാഴ്ചയൊക്കെ അങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് 1 ലിറ്റർ നെയ്യൊക്കെ കിട്ടും കേട്ടോ. ഒരാഴ്ച 5, ചില ദിവസം 4, 3.5, 5 ഒക്കെ എടുത്ത് വെക്കും പാൽ. എന്നിട്ട് അത് 2 നല്ല വട്ടുള്ള പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും.
എന്നിട്ട് പിറ്റേന്ന് രാത്രിയാണ് അത് മാറ്റൽ. എന്നിട്ട് ഇതുകൊണ്ട് ഞാൻ നല്ല കട്ടിമോരാക്കിക്കാണ് കൊടുക്കും. കട്ടിമോരാകുമ്പോൾ നല്ല ചിലവുണ്ട്. തൈരാക്കാൻ പറ്റില്ല, തൈരിന് ടേസ്റ്റ് പോരാ. നെയ്യെടുത്ത പാലുകൊണ്ട് ഒറ്റയ്ക്ക് തൈരാക്കിയാൽ തൈര് വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിക്ക് പകുതി നെയ്യെടുക്കാത്ത പാലും കൂടി ചേർത്ത് കണ്ടാണ് നമ്മൾ തൈര് ഉണ്ടാക്കൽ. നല്ല കട്ട തൈര് കിട്ടും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. നമ്മൾ വെറും പാല് മാത്രം വിറ്റാൽ നമുക്കിതൊരു ലാഭത്തിൽ മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫാമത്തെ വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.